ഹലോ ഫാമിലി, ഇന്ന് ആക്ച്വലി എൻ്റെ ഫ്ലാറ്റ് എന്നാണ് ഞാൻ റെൻറ്റിന് എടുത്തിരിക്കുന്ന എൻ്റെ കടയിനോട് അടുത്തുള്ള ഫ്ലാറ്റ്. ഇവിടെ നമുക്ക് ജോലിക്കാരെയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ വൃത്തിയാക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ്, എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുന്ന എപ്പോഴും പറയുന്ന ഡയലോഗ്. അപ്പോൾ അതുപോലെ ഇന്നിവിടെ വന്നിട്ട് കുറച്ചധികം ക്ലീനിങ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ചില വളരെ മെസ്സിയായി കിടക്കുന്ന കുറച്ച് ക്ലോത്ത്സ്, പിന്നെ അടുത്ത മീഷോൻ്റെ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ്, യൂസ്ഫുൾ സാധനങ്ങളാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇവിടെ അല്ലല്ലോ ഫുൾ ടൈം താമസം ഇവിടെ അല്ലാത്തതുകൊണ്ട് ക്ലീനിങ് അങ്ങനെ എന്നും നടക്കാറില്ല. മേ ബി ലൈക്ക് 2-3 ഡേയ്സ് കൂടുമ്പോഴായിരിക്കും നടക്കാറ്. അപ്പോൾ ഇന്നലത്തെ സൺഡേ എനിക്ക് ആകമൊത്തം ഒരു ഇച്ചിരി തിരക്കുള്ളൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ഇന്നലെ നടന്നില്ല. സാധാരണ സൺഡേസ് ആണ്. പണ്ടൊക്കെ കുട്ടികളായിരിക്കും, ഞാനിപ്പോഴും ഇതിനെപ്പറ്റി കുറേ മീംസ് കണ്ടിട്ടുണ്ട്. പണ്ട് കുട്ടികളായിരിക്കുമ്പോൾ സൺഡേ ആണ് ദ ഫൺ ഡേ. പക്ഷേ വലുതായി കഴിയുമ്പോഴത്തേക്കും സൺഡേ ആണ് ഏറ്റവും കൂടുതൽ പണികളും. ഒരു ദിവസം എനിക്ക് ഒരു ദിവസം കിട്ടി, ഇന്നിന് കുറേ ക്ലീൻ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നത് എപ്പോഴും സൺഡേ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ സൺഡേ അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിലും വേറെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ഞാൻ ആകെ പെട്ടുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ അമ്മ, അങ്ങനെ ഇരിക്കുമ്പോഴല്ല എപ്പോഴും കേട്ടോ, അമ്മ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് അമ്മ ഫുഡ് കൊടുത്ത് വിടുന്നത്. അപ്പം ഞാൻ ഇതിന് മുമ്പ് അമ്മ ഫുഡ് കൊടുത്ത് വിട്ടതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ആ പാത്രത്തിൽ സ്റ്റിക്കർ ഉണ്ട്, അത് അമ്മ ഇതല്ല കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചുമ്മാ അമ്മയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് വിഷമമാവുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഫുഡ് വരുന്നത് മുതലെല്ലാം കാണിച്ചത്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ആ ഡബ്ബയൊക്കെ അവിടെ ഇരിക്കുമ്പം അതിൻ്റെ സ്റ്റിക്കറും നമ്മൾ പറിച്ചു കളയില്ലല്ലോ. നമ്മൾ ആരും ഓർഡർ ചെയ്യുന്ന ഫുഡിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ചു കളയപ്പോൾ അങ്ങനെ അമ്മ ഓർഡർ ചെയ്ത് ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ വീട്ടിലുള്ള, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇപ്പം എന്താ പറയുക പ്രാക്ടീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റുഡിയോ പോകുമ്പോൾ ഒക്കെ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കൊടുത്തു വിടും. മാക്സിമം വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു, പിന്നെ അമ്മയ്ക്ക് ഭക്ഷണമാണ് നമ്മുടെ ലവ് ലാംഗ്വേജ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അമ്മ അയച്ചു തരാറുണ്ട്. അപ്പം അങ്ങനെ എടുത്ത് വെക്കുന്ന ചില പാത്രങ്ങളിൽ നിന്നാണ്, പാത്രങ്ങൾ എടുത്ത് വെച്ചതിൽ നിന്നാണ് ഇങ്ങനെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് വിഷമം വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഈ വട്ടം ഫുഡ് പാക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു നീ വീഡിയോ ഒന്നും ഉണ്ടാവും, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായതുകൊണ്ട് നമുക്ക് അമ്മയുടെ ഫുഡിന്ന് വീഡിയോ ഇട്ടേ പറ്റൂ. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന, സോറി എനിക്ക് പോട്ടറിന്ന് കോൾ വന്നതാണ് ഫുഡ് എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അപ്പം അങ്ങനെ നമുക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ വന്ന് ഓൺലൈനിലൊക്കെ ഷെയർ ചെയ്യുമ്പം അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ അത് മാറ്റി കൊടുക്കാം. അപ്പം കുറേ നല്ല സാധനങ്ങളൊന്നുമില്ല, കുറച്ച് എന്തൊക്കെയോ ഹെൽത്തി ആയിട്ട് വെച്ചിട്ടുള്ള വീട്ടിലത്തെ ഭക്ഷണമല്ല, അത് കഴിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കൊടുത്തോട്ടേക്കണേ നോക്കാം. ഡിസ്ക്ലെയിമർ, ദിസ് ഈസ് ഫുള്ളി കോപ്പിറൈറ്റ് ഗോസ് ഫുള്ളി ടു മൈ മദർ, നോ കടകൾ. ഓക്കെ. അപ്പോൾ ആൾ വരുന്ന ആ ഗ്യാപ്പിന് ഞാൻ അവിടുത്തെ ക്ലീനിങ് ഒക്കെ ചെറുതായിട്ട് ചെയ്തു. എനിക്ക് എല്ലാം കൂടെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, വിഷമം വരുന്നുണ്ടായിരുന്നു. ആൾ വന്ന് ബെല്ലടിക്കുന്നത് അടക്കം ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഈ പറഞ്ഞ കൂട്ട് അമ്മയ്ക്ക് വിഷമമായ ഒരു കാര്യമായതുകൊണ്ട് എനിക്കത് കൊണ്ടു, അത്രേ ഉള്ളൂ. അപ്പം ബ്ലിങ്കിറ്റിൻ്റെ കവറൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനകത്താണ് ഈ വട്ടം കൊടുത്തു വിട്ടത്. ആൻഡ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ചോറും അച്ചാറും ചിക്കൻ്റെ ഒരു പെരട്ട് പോലത്തെ ഒരു സാധനവും, ചുട്ട പപ്പടവും, ഇടിച്ചക്കയുടെ ഒരു പീര പോലത്തെ സാധനവും, മാങ്ങാക്കറി പല രീതിയിൽ അമ്മ വയ്ക്കുക. അപ്പോൾ ഒരു വേറെ ടൈപ്പ് മാങ്ങാക്കറിയുമായിരുന്നു. അപ്പോൾ ഇവിടെ കൺവീനിയൻസിന് വേണ്ടി പേപ്പർ പ്ലേറ്റ് പോലത്തെ അല്ലെങ്കിൽ പാളയുടെ പ്ലേറ്റ് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സ്പൂണൊക്കെ എടുത്ത് ഭംഗിയായിട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ബിക്കോസ് നല്ല വിശപ്പും ഉണ്ടായിരുന്നില്ല, കൊതിയുള്ള. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം, ഇടിച്ചക്കയുടെ സാധനങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ മാത്രമാണല്ലോ കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ തോട്ട് എല്ലാം കൈയിട്ട് തന്നെ എടുക്കാമെന്ന് വെച്ചു. ബിക്കോസ് ഞാനൊന്നും ബാക്കി വെക്കാൻ പോകുന്നുണ്ടായിരുന്നില്ല. ചോറ് വളരെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ഈ വീഡിയോന് വേണ്ടി പെട്ടെന്ന് ധൃതി വെച്ച് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അത്രയും കുറച്ച്. എന്നാലും ഞാൻ ഭയങ്കര കുറച്ച് ചോറ് കഴിക്കുള്ളൂ, സ്പെഷ്യലി ആഫ്റ്റർ ദ ഡയറ്റ് സീൻസ് ആൻഡ് ഓൾ. എന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നുണ്ടായിരുന്നു. ഞാനിത് എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു നല്ലൊരു ഉരുളങ്ങ് കഴിച്ചു. എന്ത് രുചിയായിരുന്നു അറിയാമോ. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പം അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ റീസൺ എല്ലാ അമ്മമാരെ പോലെയും ഓൺലൈൻ ഫുഡ് വളരെ, ഇപ്പം നമ്മുടെ കടയിൽ നിന്നാണെങ്കിൽ പോലും റെഗുലറായിട്ട് ഈ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ അൺഹെൽത്തിയാണ്. കാരണം പുറത്തുനിന്നുള്ള ഫുഡ് എന്തായാലും നമ്മുടെ വീട്ടിലത്തെ പോലത്തെ പ്രിപ്പറേഷൻ ആയിരിക്കില്ല. നമുക്ക് വേണ്ടി എൻ്റെ മക്കൾ നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയിലായിരിക്കില്ല, ടേസ്റ്റായിട്ട് കഴിക്കണം എന്നുള്ള ചിന്തയിലായിരിക്കുമല്ലോ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ എന്തൊക്കെയോ പിച്ചുമ്പോ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. സോ അമ്മ ഇത് സ്നേഹത്തിൽ തരുന്ന സാധനമാണ്, ചുമ്മാ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പാക്ക് ചെയ്ത് തരുന്നതൊന്നും അല്ല. അപ്പോൾ ആ കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോട്ട്സ് ഓഫ് ലവ് ഫ്രം മീ ആൻഡ് മൈ ഫാമിലി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ ഉമ്മ.